ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്തേരാണ് ശമ്പളം ഉണ്ടാകണ ഫസ്റ്റ് ഉണ്ടാകണ എന്തേരാണ് മോദകമാണ് ഉണ്ടാകുന്നത്. അതിൽ എന്തൊക്കെയാണ് ഇട്ട മാവ് മൈദ ഇട്ടത് മൈദ മാവ്, പിന്നെ അരിപ്പൊടി, സോഡാപ്പൊടി, ഉപ്പ്, പഞ്ചസാര, പിന്നെ ഇത് പയറ് ശർക്കരയായിട്ട് മിക്സ് ചെയ്ത് ഇന്നലെ നമ്മൾ ഉണ്ടാക്കി കഴിച്ചു. ഇതിൻ്റെ ബാക്കി ഇന്ന് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ മിക്സ് കുറച്ച് വെള്ളമോടെ ചേർത്ത് നമ്മൾ മിക്സിയിൽ വെച്ച് അടിക്കും. അപ്പോൾ മിക്സ് ചെയ്ത് കേട്ടാ മിക്സിയിൽ നിന്ന് നമ്മൾ പാത്രത്തിലോട്ട് മാറ്റി. ഇന്നലത്തെ മോദകത്തിന് മധുരം കുറവായിരുന്നു, ശർക്കര കുറവായിരുന്നു. അങ്ങനെ ഇന്ന് കുറച്ചുകൂടെ ശർക്കര വൈഫ് ഇടുന്നുണ്ട്. അപ്പോൾ ഇന്ന് എന്താണ് ഉമ്മി ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ? സമൂസ, മോദകം. ഈ മോദകത്തിനകത്ത് എങ്ങനെയാണ് പയർ വന്നതെന്ന് എനിക്കറിയാമോ? അത് പയർ തിരുത്ത് വന്നു മോദകത്തിൻ്റെ മാവിൻ്റെ അകത്ത്. മോദകം നമ്മൾ കഴിച്ചപ്പം ഫുൾ ആ മാവിൻ്റെ അകത്തല്ലേ പയറും ശർക്കരയൊക്കെ ഇരുന്നത്. അതെങ്ങനെ അതിനകത്ത് വന്ന്? ഏത് വ്യക്തം ഏത് പയർ? ആ വ്യക്തമായിട്ട് പറ. മോദകം മാത്രമല്ല ഏട്ടാ, സമൂസയുണ്ട്, വെജിറ്റബിൾ സമൂസയുണ്ട്. ഇന്ന് എന്തേലും പറ്റിയാ എന്തോ 2 ഐറ്റം ഒന്ന് ചായക്ക്. സിമ്പിളാണല്ലേ സമൂസ ഷീറ്റ് മടക്കാൻ. അപ്പം സമൂസ നമുക്ക് ആദ്യം പൊരിച്ചു തുടങ്ങാം. കാരണം ആദ്യം സമൂസ പൊരിച്ചാൽ പിന്നെ മോദകം പൊരിക്കുമ്പോൾ വേറെ പ്രശ്നം വരത്തില്ല. അല്ലെങ്കിൽ ആദ്യം മോദകം പൊരിച്ചാൽ പിന്നെ എണ്ണയിൽ മധുരമൊക്കെ ആവും. അങ്ങനെ സമൂസ നമ്മൾ എണ്ണയിൽ നിന്ന് കോരി കഴിഞ്ഞാൽ സമൂസ റെഡിയായി. കുറച്ചുകൂടെ ഉണ്ടാക്കാം. അതെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് മോദകം ഉണ്ടാക്കാം. അടുത്ത മോദകമാണ് ഇടാൻ പോകുന്നത്. മോദകം ഇട്ടാണ് നോക്കട്ടെ. മോദകം പണിപാളി, മോദകത്തിൻ്റെ പണിപാളി. നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടാണൊക്കെ ഇരിക്കുന്നത്. ഇതെന്തൊരു മോദകം അപ്പോ. പക്ഷെ ടേസ്റ്റാണ് കേട്ടോ. കടയിലൊക്കെ എന്ന് വെച്ചാലേ എണ്ണയെ മുങ്ങി കിടന്ന കല്ല് പൊരിയണത്. ഇത് വലിപ്പവും കൂടി പോയി. നല്ല ടേസ്റ്റാണ്. എന്താ സമൂസ റെഡിയായി. അതിൻ്റെ സമൂസ ഷീറ്റ് കടയിൽ നിന്ന് വാങ്ങിക്കണമെന്ന് പിന്നെ റെഡിയായി. മോദകം മറിച്ചോ? ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. മോദകം കുഴപ്പമൊന്നുമില്ല. എന്നാലും കടയിൽ നിന്ന് വാങ്ങിക്കണോടൊക്കെയുള്ള രൂപഭംഗിയില്ല, പക്ഷേ രുചിയുണ്ട്.